ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ നീല തലപ്പാവ്. ഒരിക്കൽ പോലും നീലയല്ലാതെ വേറൊരു നിറത്തിലുള്ള തലപ്പാവ് അദ്ദേഹം ധരിക്കാറില്ല. 2006 മൻമോഹൻ സിംഗിന് കേംബ്രിഡ്ജ് സർവകലാശാല നിയമ ബിരുദം നൽകി ആദരിക്കുന്ന ചടങ്ങിൽ എഡിൻബർഗ് പ്രഭുവായ ഫിലിപ്പ് രാജകുമാരൻ മൻമോഹൻ സിംഗിനെ ചൂണ്ടിക്കാട്ടി ആ തലപ്പാവിന്റെ നിറം നോക്കൂ എന്ന് പറഞ്ഞു. ആ ചോദ്യം പെട്ടെന്ന് തന്നെ സദസ്സിനെ കയ്യടിയിലേക്ക് നയിച്ചു. കയ്യടിക്കൊടുവിൽ മൻമോഹൻ സിംഗ് തന്റെ തലപ്പാവിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. കേംബ്രിഡ്ജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഹൃത്തുക്കൾ എന്നെ സ്നേഹത്തോടെ വിളിക്കാറുള്ളത് ബ്ലൂ ടർബൺ എന്നായിരുന്നു. അന്ന് മുതലാണ് ഇളം നീല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറമാണെന്നും അത് ഞാൻ സ്ഥിരം ഉപയോഗിക്കാറുള്ളതാണ് എന്നും മനസ്സിലാക്കുന്നത്. അന്ന് മുതൽ നീല തലപ്പാവ് ഞാൻ എന്റെ അടയാളമാക്കി മാറ്റി, മൻമോഹൻ സിംഗ് പറഞ്ഞു. നീല നിറം കേംബ്രിഡ്ജിലെ ഓർമ്മകളിലേക്ക് തന്നെ കൊണ്ടുപോകാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1952 പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് ഇക്കണോമിക്സിൽ ബിരുദവും 54 ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കിയ ശേഷം 1957 അദ്ദേഹം കേംബ്രിഡ്ജിൽ എക്കണോമിക്സ് പഠിക്കാനെത്തുന്നത്. കേംബ്രിഡ്ജിലെ പഠനകാലം തന്റെ ജീവിതത്തിലെ സുവർണ കാലമാണെന്നും അധ്യാപകരും സഹപാഠികളും തനിക്കേറെ പ്രിയപ്പെട്ടവരാണെന്നും അദ്ദേഹം ഓർത്തെടുത്തു. കേംബ്രിഡ്ജ് കാലം നിക്കോളാസ് കൾഡോർ, ജോവാൻ റോബിൻസൺ, അമർത്യ സെൻ തുടങ്ങിയ പ്രമുഖ സാമ്പത്തിക വിദഗ്ധരോടൊപ്പം പങ്കിടാനായതിൽ അദ്ദേഹം സന്തോഷം അറിയിക്കുകയും ചെയ്തു. കേംബ്രിഡ്ജിനോടുള്ള തന്റെ ആദരവാണ് നീല ടർബണെന്നും മൻമോഹൻ സിംഗ് കൂട്ടിച്ചേർത്തു. കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പഠിക്കുമ്പോൾ പണമായിരുന്നു സിംഗിനെ അലട്ടിയിരുന്ന യഥാർത്ഥ പ്രശ്നം. ട്യൂഷനും ജീവിത ചെലവും പ്രതിവർഷം ഏകദേശം 600 പൗണ്ട് വരും. പഞ്ചാബ് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് വഴി ഏകദേശം 160 പൗണ്ട് ലഭിക്കുമായിരുന്നു. ബാക്കിയൊക്കെ അച്ഛനെ ആശ്രയിക്കേണ്ടി വന്നു. അതോടെ സാമ്പത്തിക അച്ചടക്കം പ്രധാനമായി. ഡൈനിങ് ഹാളിലെ സബ്സിഡി ഭക്ഷണമാണ് ആശ്രയം. അതിന് 2 ഷില്ലിംഗ് 6 പൈസ ആകുമായിരുന്നു. എന്നാൽ ഡോക്ടർ സിംഗിന്റെ വാക്കുകൾ ദാമൻ കുറിച്ചത് ഇങ്ങനെയാണ്. മൻമോഹൻ സിംഗിനെ ഒരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു അച്ഛൻ ഗുർമുഖ് സിംഗ് കോഹ്ലിയുടെ ആഗ്രഹം. മെഡിക്കൽ കോളേജിൽ ചേർന്നെങ്കിലും അദ്ദേഹം തിരഞ്ഞെടുത്തത് മറ്റൊരു പാതയാണ്. മകൾ ദാമൻ സിംഗ് എഴുതിയ സ്ട്രിക്ട്ലി പേഴ്സണൽ മൻമോഹൻ ആൻഡ് ഗുർശരൻ എന്ന പുസ്തകത്തിലാണ് ഈ സംഭവം രേഖപ്പെടുത്തിയത്. പിതാവിന്റെ ആഗ്രഹപ്രകാരം 1948 ഏപ്രിലിൽ മൻമോഹൻ സിംഗ് അമൃത്സറിലെ ഖൽസ കോളേജിൽ ചേർന്നു. വൈദ്യശാസ്ത്രത്തിൽ കൂടുതൽ പഠനത്തിലേക്ക് നയിക്കുന്ന 2 വർഷത്തെ FSc കോഴ്സിലാണ് അദ്ദേഹം ചേർന്നത്. ഏതാനും മാസങ്ങൾക്ക് ശേഷം വൈദ്യശാസ്ത്രത്തോടുള്ള താൽപര്യം നഷ്ടമായി. വാസ്തവത്തിൽ അദ്ദേഹത്തിന് ശാസ്ത്രം പഠിക്കാനുള്ള താൽപര്യവും നഷ്ടപ്പെട്ടുവെന്ന് ദാമൻ എഴുതി. എനിക്ക് ചിന്തിക്കാൻ സമയമുണ്ടായിരുന്നില്ല. ഞാൻ പോയി അച്ഛന്റെ കടയിൽ ജോലിക്ക് ചേർന്നു. ആ ജോലിയും ഇഷ്ടമായിരുന്നില്ല, കാരണം എന്നെ തുല്യനായി പരിഗണിച്ചില്ല. വെള്ളം കൊണ്ടുവരിക, ചായ കൊണ്ടുവരിക തുടങ്ങിയ ജോലികൾ ചെയ്യുന്ന ഒരു വ്യക്തിയായാണ് എന്നെ കണക്കാക്കിയിരുന്നത്. അതോടെ കോളേജിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചു. 1948 സെപ്റ്റംബറിൽ ഞാൻ ഹിന്ദു കോളേജിൽ ചേർന്നു. അച്ഛന്റെ കടയിൽ ജോലി ചെയ്യുമ്പോഴാണ് അദ്ദേഹം ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. സാമ്പത്തിക ശാസ്ത്രം അദ്ദേഹത്തെ ആകർഷിച്ച വിഷയമായിരുന്നു. ദാരിദ്ര്യത്തെക്കുറിച്ച് പഠിക്കാനാണ് ആഗ്രഹിച്ചത്. എന്തുകൊണ്ട് ചില രാജ്യങ്ങൾ ദരിദ്രമാണ്, എന്തുകൊണ്ട് മറ്റുള്ളവ സമ്പന്നമാണ് തുടങ്ങിയ വിഷയങ്ങളിൽ എനിക്ക് എല്ലായ്പ്പോഴും താല്പര്യമുണ്ടായിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം അദ്ദേഹം എപ്പോഴും സന്തോഷവാനായിരുന്നു. അവർ സാമ്പത്തിക വിദഗ്ധരാണെങ്കിൽ കൂടുതൽ സന്തോഷം. ചിരിക്കാനും തമാശകൾ പറയാനും അദ്ദേഹം ഏറെ സമയം കണ്ടെത്തി. ആളുകൾക്ക് വിളിപ്പേരുകൾ നൽകാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. മക്കൾ 3 പേർക്കും കിക്ക്, ലിറ്റിൽ നോൺ, ലിറ്റിൽ റാം എന്നിങ്ങനെയായിരുന്നു വിളിപ്പേരുകൾ നൽകിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.